ചില അമിത ഭയങ്ങൾ, ഉത്കണ്ഠകൾ ഇവ നിവാരണം ചെയ്യുന്നതിലേക്ക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിലേക്ക് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. തീർച്ചയായും ആദ്യം കാണുക. നമസ്കാരം, ഞാൻ ബിജുചന്ദ്രൻ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടുന്നതിലേക്ക് ഷെയർ ചെയ്യാൻ മടിക്കാതിരിക്കുക. ഇന്നത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്: തനിക്ക് പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല, സ്ത്രീകളോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. അപ്രകാരം പൊതുചടങ്ങിൽ പങ്കെടുക്കുകയോ സ്ത്രീകളോട് സംസാരിക്കുകയോ ഒക്കെ തന്നെ ചെയ്യുമ്പോൾ അകാരണമായ ഭയം തന്നിലുണ്ടാകുന്നു. നെഞ്ചിടിപ്പ് ഉയരുന്നു, ശരീരമാകെ അസ്വസ്ഥതയോടുകൂടി തന്നെ ഇപ്പോൾ താഴെ വീഴും എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. തങ്ങളുടെ ഇത്തരത്തിലുള്ള ഭയം അകാരണമാണ് എന്ന ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ കൂടി ഇതിനെ മാറ്റുവാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? ഇപ്പോൾ അദ്ദേഹം ഡോക്ടറിനെ കാണിച്ച് മരുന്ന് കഴിക്കുന്നുണ്ട്, സോഷ്യൽ ഫോബിയയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരിഭവം. ആദ്യമേ ഒരു തെറ്റിദ്ധാരണ നീക്കേണ്ടതുണ്ട്. ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചിട്ടും ഇതിന് ശമനമില്ല എന്ന് പറയുന്നത് ശരിയായ നിഗമനമല്ല. ഡോക്ടറിൻ്റെ മരുന്ന് കഴിക്കാതിരിക്കുക കൂടി ചെയ്തിരുന്നുവെങ്കിൽ താങ്കളുടെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ പരിതാപകരമാകുമായിരുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിക്കുന്നത് നിർത്താതിരിക്കുക. സോഷ്യൽ ഫോബിയ മുതലായ ഇത്തരത്തിലുള്ള ആങ്സൈറ്റി ഡിസോർഡറുകൾ ഉള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചോദ്യത്തിലെ പ്രസക്തമായ ഒരു കാര്യം നാം കാണേണ്ടതുണ്ട്. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ തനിക്കുണ്ടാകുന്ന ഭയം അകാരണമാണ്, അടിസ്ഥാനരഹിതമാണ് എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടെങ്കിൽ കൂടി അതിനെ മാറ്റുവാൻ കഴിയുന്നില്ല. അതിന് കാരണം, ഇപ്പോൾ ഒരു വാഹനം നമ്മെ ഇടിക്കാൻ വരുന്നുവെങ്കിൽ തീർച്ചയായും ഒന്ന് ചിന്തിക്കുവാൻ പോലും ഇട നൽകുന്നതിന് മുമ്പേ നാം അതിൽ നിന്നും രക്ഷപ്പെടും, അതിൽ നിന്നും ഒഴിഞ്ഞു മാറും. പല പെരുമാറ്റ രീതികളും നാം അഭ്യസിച്ച് വെച്ചിട്ടുണ്ട്, ശീലിക്കപ്പെട്ട പെരുമാറ്റങ്ങൾ. ഈ ശീലിക്കപ്പെട്ട പെരുമാറ്റങ്ങളുടെ ഭാഗമായി തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ഭയങ്ങൾ, സോഷ്യൽ ഫോബിയ പോലുള്ള ഭയങ്ങളും ശീലിക്കപ്പെട്ട പെരുമാറ്റങ്ങളുടെ ഭാഗമായി തന്നെ തലച്ചോറ് സൂക്ഷിച്ചു വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു യുക്തി ചിന്ത പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിൻ്റെ ഭാഗമായി തന്നെ ഇത് മാറുന്നു. ഭയമുളവാക്കുന്ന ഒരു സാഹചര്യവുമായി അഭിമുഖീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാഴ്ച നമ്മളിൽ വന്നു പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് നമ്മളിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ, താലമസിൽ നിന്നും ഒരു യുക്തിക്ക് ഇടം നൽകുന്നതിന് മുമ്പ്, നമ്മുടെ കോർട്ടെക്സിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ, കോർട്ടെക്സിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായും നമുക്കൊരു കോഗ്നിറ്റീവ് അവെയർനെസ് നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാകും. പക്ഷേ ഒരു കോഗ്നിറ്റീവ് അവെയർനെസ്, ഒരു ഭൗതികമായിട്ടുള്ള അവബോധം നമ്മളിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇത് അമിഗ്ദലയിലേക്ക് എത്തുന്നതുകൊണ്ട്, അമിഗ്ദലയുടെ ഹൈപ്പർ ആക്ടിവിറ്റി മൂലം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി മൂലം തീർച്ചയായും നമ്മുടെ നെർവ് സിസ്റ്റത്തിലേക്ക്, ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിലേക്ക് ഇത് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും നമ്മുടെ താലമസിൽ നിന്നും അമിഗ്ദലയിലേക്ക് എത്തുമ്പോൾ, അമിഗ്ദലയോട് ചേർന്നാണ് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഹിപ്പോ ക്യാമ്പസിൽ നിന്നും ഇത്തരത്തിലുള്ള ഭയം മുമ്പിനാലേ നമുക്ക് തള്ളിയിട്ടുള്ള എല്ലാ ഓർമ്മകളും അമിഗ്ദലയിലേക്ക് വരികയും അത് കണക്ട് ചെയ്ത ഇമോഷൻ, അതിനനുസൃതമായിട്ടുള്ള ഇമോഷൻസ് വളരെ ആക്റ്റീവായി തന്നെ സ്പ്രെഡ് ചെയ്യുന്നു. അപ്പോൾ അമിഗ്ദലയുടെ ഇത്തരത്തിലുള്ള ഇമോഷൻ ആക്ടിവിറ്റി ഹൈപ്പോതലാമസിലേക്ക് നൽകുകയും ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വഴി അതിനുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളെല്ലാം ഉണ്ടാക്കി നമ്മുടെ ശരീരമാകസ്ഥലം ഇത് വ്യാപിപ്പിച്ച് അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കി ശരീരമാകെ തന്നെ നമുക്ക് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെത്തേഡിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നു. അപ്പോൾ എന്തെന്നില്ലാത്ത ഹൃദയം ഇടിപ്പ് വർദ്ധിപ്പിക്കുന്നു, ശ്വാസോച്ഛ്വാസം വളരെ ദ്രുതഗതിയിലാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു, ബ്ലഡ് ഷുഗർ കൂടുന്നു. ചിലവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ധാരാളം എനർജി ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ധാരാളം ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയും ഇത്തരക്കാരിൽ ചിലവരിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തടിച്ച് വരുന്ന, ഒത്തിരി ഫാറ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഒക്കെ തന്നെയും തുടർന്ന് ഉണ്ടാകുന്നുണ്ട്.
ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെത്തേഡിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നതും ഇത്തരത്തിലുള്ള ശരീരത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നതും. തീർച്ചയായും ഇത്തരത്തിലുള്ള ഹൃദയമിടിപ്പുകളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഇതിനെ ശാന്തമാക്കുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് നമ്മുടെ ഒരു ചിന്താവൈകല്യമായി വരുന്നതിന് മുമ്പ് തന്നെ, ഒരു ചിന്താവൈകല്യം എന്ന് പറഞ്ഞുകൂടാ, മറിച്ച് ഇത് നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മെക്കാനിസത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നത് കൊണ്ട് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പിയാണ് ഏറെ ഉപകാരപ്പെടുന്നത്. ഈ തെറാപ്പിയുടെ പല ഘട്ടങ്ങളുണ്ട്. ആദ്യം നാം അറിഞ്ഞിരിക്കുക, നമ്മുടെ ശരീരമാകെ ഇങ്ങനെ ടെൻസ്ഡായിട്ട് നിൽക്കുന്ന, ഒരു വിശ്രമമില്ലാത്ത ഇത്തരത്തിൽ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന അവസ്ഥയിലുള്ള ഈ ഒരു ശാരീരികാവസ്ഥ മാറ്റുന്നതിന് വ്യായാമം അനിവാര്യമാണ്. അപ്പോൾ ഈ ഡീസെൻസിറ്റൈസേഷൻ മെത്തേഡിന്, ടെക്നിക്കിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യം വ്യായാമം ചെയ്തു തുടങ്ങുക അനിവാര്യമാണ്. വ്യായാമം കമ്പൽസറി ആയി ചെയ്യുക. കാലത്തും വൈകിട്ടും വ്യായാമം തുടരുക. വ്യായാമം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ ടെൻഷൻസൊക്കെ കുറയുന്നതാണ്. ധാരാളം ഓക്സീകരണം സംഭവിക്കും. വ്യായാമം നല്ലപോലെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ശരീരമാകെ ഒന്ന് വ്യായാമം ചെയ്തതിന് ശേഷം ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് യോഗ മുതലായ കാര്യങ്ങളും അതുപോലെ തന്നെ മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഞാൻ അതിന് അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ഭയങ്ങളെ നാം ഒരു പട്ടിക രൂപത്തിൽ അടുക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ഭയം നൽകുന്ന അവസ്ഥ ഏതാണ്, അതിൽ താഴ്ന്ന അവസ്ഥ ഏതാണ്, അങ്ങനെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ഫോബിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സമൂഹവുമായി ഇടപെടുന്നതിനുള്ള ബുദ്ധിമുട്ട്, സ്ത്രീകളുമായി ഒക്കെ സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത്, ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ ചെയ്യേണ്ടത്, വീട്ടിലുള്ള ആൾക്കാരുമായി സംസാരിക്കുന്ന അത് എത്രത്തോളം ഭയം നൽകുന്നു, അതായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ് ഭയം നൽകുന്ന അവസ്ഥ. അതിന് മുകളിലേക്ക് എങ്ങനെയാണ് വീട്ടിൽപ്പെട്ട തന്നെ സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നത്, അയൽപ്പക്കക്കാരോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അയൽപ്പക്കക്കാരോട് സംസാരിക്കുന്നത് ഭാവനയിൽ കാണുന്നത്, അതിനുശേഷം അയൽപ്പക്കക്കാരോട് സംസാരിക്കുന്നത്, കൂടെ പഠിച്ചിട്ടുള്ള ഏറെ താല്പര്യം തോന്നിയിട്ടുള്ള കുട്ടിയോട് സംസാരിക്കുന്നത്, വീട്ടിൽ കൂടെ വരാറുള്ള സ്ത്രീകളോട് സംസാരിക്കുന്നത്, അതിനുശേഷം വെളിയിലുള്ള ഒരു സ്ത്രീയുമായി ആദ്യം മീറ്റ് ചെയ്യാൻ പോകുന്ന അവസ്ഥ, അത് കഴിഞ്ഞ് ആ സ്ത്രീയുമായി സംസാരിക്കുന്നത്, അവരോട് ഫോണിലൂടെ ഏറെ നേരം സംസാരിക്കുന്നത്, തുടർന്ന് ചെറിയ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത്, അവിടങ്ങളിൽ ആൾക്കാരോടൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത്, വലിയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്, പബ്ലിക് സ്പീച്ച് നടത്തുന്നത്. ഇങ്ങനെ ഈ ഭയം കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ കൂടിയ അവസ്ഥയിൽ നിന്ന് ഭയം കുറഞ്ഞ അവസ്ഥയിലേക്ക് പട്ടിക തയ്യാറാക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ച് തയ്യാറാക്കുക. എന്നിരുന്നാൽ തന്നെയും ഭയം കുറഞ്ഞ അവസ്ഥയിൽ നിന്നുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ നാം തലച്ചോറിന് തുടർന്ന് പഠിപ്പിക്കും. അപ്പം ഞാൻ ഇത് എപ്രകാരം ചെയ്യണമെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാം. കാലത്ത് ഉണരുമ്പോൾ ഒരു 6-നും 7-നും ഇടയിലുള്ള സമയത്ത് നിങ്ങൾക്ക് വീടിന് വെളിയിലിറങ്ങി വ്യായാമം നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. തീർച്ചയായും സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ വൈറ്റമിൻ ഡിയും നമുക്ക് ലഭിക്കും, ശരീരത്തിന് ലഭിക്കും. അപ്പോൾ ആ സമയത്ത് ഒന്ന് നടക്കാൻ പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അങ്ങനെ വെളിയിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ ഭയമാണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൂട്ടുപിടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആദ്യ സമയത്ത് വെളിയിലിറങ്ങി വ്യായാമം ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പെരയ്ക്കകത്ത് തന്നെ വ്യായാമം ചെയ്തു തുടങ്ങാം. അങ്ങനെ വ്യായാമം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഡീപ്പ് റിലാക്സേഷൻ മെത്തേഡിലേക്ക് കടക്കേണ്ടതുണ്ട്. ഡീപ്പ് റിലാക്സേഷൻ മെത്തേഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നിക്ക് വേണമെങ്കിൽ ഇരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ കിടന്ന് ഇത് ചെയ്യാവുന്നതാണ്. സാവകാശം ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ കൈകാലുകൾ ഒന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് മുറുക്കി ഒരു റിജിഡാക്കിയ അവസ്ഥയ്ക്ക് ശേഷം അത് ഒന്ന് മനസ്സിൽ കാണുക. എപ്രകാരമാണ് അങ്ങനെ മുറുകിയിരിക്കുന്ന അവസ്ഥ ഒന്ന് മനസ്സിൽ കാണുക. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്ത് അതിൻ്റെ മുഷ്ടി ഒന്ന് അയയ്ക്കുക. അയയ്ക്കുമ്പോൾ
നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സുകൊണ്ട് ശരിക്കൊന്ന് പഠിക്കുക. വീണ്ടും കാലുകൾ ഒന്ന് റിജിഡാക്കുക, മസിലുകളൊക്കെ ഒന്ന് റിജിഡാക്കുക. അത് മനസ്സുകൊണ്ടൊന്ന് പഠിക്കുക. അതിനുശേഷം കാലുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുക, അയച്ചിടുക. അയക്കുമ്പോൾ ആ അവസ്ഥ മനസ്സുകൊണ്ട് പഠിക്കുക. ശ്വാസം വളരെ സാവകാശം ഉള്ളിലേക്ക് എടുക്കുകയും വളരെ സാവകാശം താഴേക്ക് നിശ്വാസം ചെയ്യുന്നതും ശീലിക്കുക. ഇപ്പോൾ നിങ്ങൾക്കിത് കിടന്നോ ഇരുന്നോ ചെയ്യാം. ഞാൻ മെത്തേഡ് ഒന്നുകൂടി വിശദീകരിക്കാം. നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് ഉയരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയണം. ശ്വാസം താഴേക്ക് വിടുമ്പോൾ വയറ് താഴുന്നത് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. സാവകാശം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം താഴേക്ക് വിടുക. അപ്പോൾ വയറ് ഉയരുന്നതും താഴുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അങ്ങനെ ഏറെ നേരം ചെയ്തതിന് ശേഷം നെഞ്ച് ഉയരുന്നതും താഴുന്നതും അനുഭവിച്ചറിയുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ച് ഉയരുന്നു, ശ്വാസം താഴേക്ക് വിടുമ്പോൾ നെഞ്ച് താഴുന്നത് അനുഭവിച്ചറിയുക. തുടർന്ന് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും സാവകാശം ശ്വാസം എടുക്കുന്നതും ശ്വാസം താഴേക്ക് വിടുന്നതും അനുഭവിച്ചറിയുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മഞ്ഞപ്രകാശം ഉള്ളിലാകെ വന്ന് നിറയുന്നതായിട്ട് കാണാൻ കഴിയുന്നെങ്കിൽ കാണാൻ കഴിയുക, മനസ്സുകൊണ്ട് ഇമാജിൻ ചെയ്യുക. ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ കറുത്ത നിറത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ നിങ്ങളെ അകരുന്നതും നിങ്ങൾ വളരെ ചിരിച്ച അവസ്ഥയിൽ മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുക. തുടർന്ന് നിങ്ങളുടെ ഓരോ പാർട്ടും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അത് വിശ്രമിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ശിരസ് മനസ്സിൽ കൊണ്ടുവരിക, പൂർണ്ണമായി വിശ്രമിക്കുകയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തലച്ചോറ് നൽകുക. അപ്പോഴും ശ്വാസോച്ഛ്വാസം വളരെ സാവകാശം ചെയ്യുക. ശിരസ് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ കഴുത്ത് മനസ്സിൽ കൊണ്ടുവരിക. വളരെ സുഖകരമായി ശാന്തമായി വിശ്രമിക്കുകയാണെന്ന് അനുഭവിച്ചറിയുക. അത് മനസ്സുകൊണ്ട് കാണുക. നിങ്ങളുടെ തോള് മനസ്സിൽ കൊണ്ടുവന്ന് വളരെ അയഞ്ഞ് വളരെ റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന അവസ്ഥ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കൈ മനസ്സിൽ കൊണ്ടുവരിക. വളരെ അയഞ്ഞ് ലൂസായി ഇരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കിപ്പോൾ അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ നെഞ്ച് മനസ്സിൽ കൊണ്ടുവരിക. വളരെ അയഞ്ഞ് റിലാക്സ് ചെയ്യുന്നതായിട്ട് പറയുക. നെഞ്ച് പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. നിങ്ങളുടെ തോള് വളരെ അയഞ്ഞിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കിപ്പോൾ അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. തോള് പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. വയർ പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിശ്രമം അനുഭവിച്ചറിയുന്നുണ്ട്. ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ നിങ്ങളുടെ നിന്നും എല്ലാ ഭയവും വിട്ടകലുന്നതും നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോ പാർട്ടും കാല്, മുട്ട്, കാൽപാദം ഒക്കെ മനസ്സിൽ കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുന്നത് അനുഭവിച്ചറിയുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മഞ്ഞപ്രകാശം ഉള്ളിലാകെ വന്ന് നിറയുന്നതും ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ കറുത്ത നിറത്തിൽ ഇതെല്ലാം പോകുന്നതും അറിയുക. ഇപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വളരെ സ്ലോ ആയിരിക്കും. നിങ്ങളുടെ തലച്ചോറിൻ്റെ ഫ്രീക്വൻസി ഇപ്പോൾ ഒരു 13-നും 7-ന് 8-നൊക്കെ ഇടയിൽ നിൽക്കും. അതൊരു ആൽഫ സ്റ്റേജാണ്. ഈ ആൽഫ സ്റ്റേജിൽ നമ്മൾ ആ പട്ടികയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിത്രങ്ങൾ, ഏറ്റവും ഭയം കുറഞ്ഞ അവസ്ഥയിൽ നിന്നും മുകളിലേക്കുള്ള ചിത്രങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. നിങ്ങളുടെ വീട്ടിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കുന്ന ചിത്രം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറം, അന്നേരത്ത് ചുറ്റുപാട്ടിലുള്ള ഗന്ധം, നിങ്ങളുടെ മാനസികാവസ്ഥ, ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ശ്വാസമെടുപ്പ് വളരെ റിലാക്സ് ചെയ്താണ്. നിങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വളരെ റിലാക്സ് ചെയ്ത അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിൽപ്പെട്ടവരോട് സംസാരിക്കുന്നു, വീട്ടിലുള്ള സ്ത്രീകളോട് സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തലച്ചോറിന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കൂടെ വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നത്,
അയൽപ്പക്കക്കാരോട് സംസാരിക്കുന്നതൊക്കെ മനസ്സിൽ സാവകാശം കൊണ്ടുവരിക, ശ്രദ്ധിക്കുക. അപ്പോൾ നെഞ്ചിടിപ്പ് സ്ലോ ആണെന്ന് ഉറപ്പിക്കുക. സാധാരണഗതിയിലുള്ള നെഞ്ചിടിപ്പിൽ, ഹൃദയമിടിപ്പിൽ തന്നെ, താളാത്മകമായിട്ടുള്ള സാവകാശമുള്ള ആ ഹൃദയമിടിപ്പിൽ തന്നെ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായ വിശ്രമം, ശരീരമാകെ പൂർണ്ണമായി വിശ്രമിക്കുകയാണ്. തുടർന്ന് ഘട്ടം ഘട്ടമായി ഉയർന്ന് നിങ്ങളിപ്പോൾ വെളിയിലുള്ള ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്, മീറ്റ് ചെയ്യുന്നത്, വളരെ ചിരിച്ച് തന്നെ അവരോട് ചിരിക്കുന്നത്, അവരോട് ചിരിച്ച് സംസാരിക്കുന്നത്, അയൽപക്കക്കാരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങളേറെ നേരം ഫോണിൽ അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്, ചിരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്, ചെറിയ ചെറിയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്, അപ്പോഴൊക്കെ അവരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ തലച്ചോറിൽ കൊണ്ടുവരിക. വലിയ ചടങ്ങുകളിൽ സംസാരിക്കുന്നത്, വലിയ ചടങ്ങിൽ വളരെയേറെ ദീർഘനേരം പ്രസംഗിക്കുന്നത് കൊണ്ടുവരാൻ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോഴും നിങ്ങളുടെ ഹൃദയമിടിപ്പ് സാവകാശമാണ്. ഇത് ആവർത്തിച്ച് ചെയ്യും തോറും ഈ നമ്മുടെ ഹൃദയമിടിപ്പും തലച്ചോറിലെ വിഷ്വലൈസേഷനും ഇപ്രകാരം ആവർത്തിച്ച് ചെയ്യുന്നതോടെ ഇത് നമ്മുടെ പ്രൊസീജിയറൽ മെമ്മറിയുടെ ഭാഗമായി തന്നെ ഇത് വന്നുകൊള്ളും. ഹിപ്പോകാമ്പസിലും നിങ്ങളുടെ അമിഗ്ദലയിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. നമ്മുടെ തലച്ചോറിലെ വയറിങ്ങും ഫയറിങ്ങും ഒക്കെ മാറ്റം വരും. തലച്ചോറിനൊക്കെ പ്ലാസ്റ്റിസിറ്റി ഉള്ളതാണ്. ഇതിന് ശേഷം ഇപ്രകാരം നിങ്ങൾ ഏറെ നേരം ഇപ്രകാരം ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം നാം യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നു. വീട്ടിലുള്ള സ്ത്രീകളോട് നേരിട്ട് സംസാരിക്കുന്നതിലേക്ക് നാം പ്രാപ്തി നേടുന്നു. അയൽപക്കക്കാരോട് സംസാരിക്കുന്നതിന് അങ്ങനെ ഘട്ടം ഘട്ടമായി ഇത് റിയാലിറ്റിയിൽ അഭിമുഖീകരിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് ഏറെ താമസിയാതെ ഈ ഒരു മാനസികാവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾ പ്രാപ്തി നേടും. അതിനുള്ള മാനസികാവസ്ഥ, ആരോഗ്യനില നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നെങ്കിൽ തീർച്ചയായും ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശം സ്വീകരിക്കുക. അത്തരത്തിലുള്ള ആളെ കൺസൾട്ട് ചെയ്യുക. തീർച്ചയായും ഘട്ടം ഘട്ടമായി ഇതിനെ അഭിമുഖീകരിച്ച് നിങ്ങൾക്കിതിന് മുന്നേറാൻ പറ്റും. എന്തെങ്കിലും വിധമായ സംശയങ്ങൾ ഇത് സംബന്ധമായി തോന്നുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു നാളെ ആശംസിച്ച് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭവാരം.